വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനികളെ, മഹാനായ ഒരു പത്രപ്രവർത്തകന്റെ പേരിലുള്ള ഈ പുരസ്കാരം തരാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ ആദ്യം കോട്ടയം പ്രസ് ക്ലബിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർമ്മാതാന്റെ ഫാമിലി ഇവിടെ എത്തിയിരിക്കുന്ന അവരുടെ സാന്നിധ്യം, പിന്നെ വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യരാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെയും ചെന്നിത്തല, ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ ഒരു വെറ്ററൻ ജേർണലിസ്റ്റ് ഞങ്ങളൊക്കെ വളരെ ആദരവോടെ കാണുന്ന തോമസ് ജേക്കബ് സാർ, ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു അവാർഡ് ലഭിച്ചത് ലൈഫിലെ ഏറ്റവും നല്ല മുഹൂർത്തമായിട്ട് ഞാൻ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ജെൻഡർ സ്റ്റോറീസ് ആയിരുന്നു. മാരിറ്റൽ റേപ്പ്, പിന്നെ അതുപോലെ ട്രാൻസ്ജെൻഡർ വിഷയങ്ങളടക്കമുള്ള ജെൻഡർ വിഷയങ്ങളിലാണ് പൊതുവെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറ്റ് ഡീറ്റെയിലുകൾ പോലെയല്ല ജെൻഡർ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ബലഹീനതയായിട്ട് കൂടി ആളുകൾ കാണും. സ്പോർട്സ് ബീറ്റ് പോലെ അതൊരു ബീറ്റ് എഴുതിയിട്ട് അംഗീകരിക്കാൻ ചിലപ്പോഴെങ്കിലും ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ലക്ഷദ്വീപ് വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നത്. അവിടെ ആരോഗ്യരംഗത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന മനുഷ്യര് ഒരു ചെറിയൊരു രോഗത്തിന് ഒരു പനി കൂടിയാൽ വരെ നാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ വരേണ്ട ഒരവസ്ഥ ഉള്ള മനുഷ്യരെ, അങ്ങനെ മരിച്ചു വീഴുന്ന മനുഷ്യരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിടെ പോയി ആ വിഷയം പഠിക്കണം എന്ന് തോന്നി. ശരിക്കും നമ്മുടെ സ്പോർട്സിലൊക്കെ എന്തെങ്കിലും ഒരു ഇവന്റ് വരുമ്പോഴൊക്കെയാണ് പൊതുവെ ജേർണലിസ്റ്റുകളെ കുറെ ദൂരേക്കൊക്കെ പറഞ്ഞയക്കുക. പക്ഷെ ഞാൻ അതിലൊരു ഓൾറെഡി ഒരു റിസർച്ച് വർക്ക് ചെയ്തതുകൊണ്ടും കുറച്ച് ബാക്ക് സ്റ്റോറീസും ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് അത് വെച്ചിട്ട് ഞാൻ റൂമിൽ ഒരു പ്രൊപ്പോസൽ വെച്ചപ്പോൾ ശരി പോയി വരും എന്നുള്ള രീതിയിൽ വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിപ്പെടാൻ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ സമയത്ത് പ്രഫുൽ കോട പട്ടേൽ വന്നതിന് ശേഷം ലക്ഷദ്വീപിലെ അന്തരീക്ഷം അവിടെ മാറി മറിയായിരുന്നു. അപ്പം ആ സമയത്ത് എം പിമാരൊക്കെ അവിടെ പോകാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകർ പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിൽ പോകുന്ന പോലെ എളുപ്പമല്ല അവിടെ പോകാന്ന് പറയുന്നത്. പെർമിറ്റ് വേണം. അപ്പൊ ആ പെർമിറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അവർ നിരസിക്കുകയാണ് ചെയ്യാറ്. ഇപ്പൊ PIBയിൽ നിന്ന് തന്നെ എനിക്ക് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന 6 മാസക്കാലം ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അവര് സ്ക്രൂട്ടിനൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലല്ല പോയിട്ടുണ്ടായിരുന്നത്, ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പെർമിറ്റിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോകുന്നതിന്റെ ഭാഗമായിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ പോലീസ് വന്ന് നമ്മുടെ വീട്ടിൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് പെർമിറ്റിനൊക്കെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ ആ സമയത്ത് കുറച്ച് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളത്. പിന്നെ അവിടെ ചെന്നപ്പോഴും ഞാൻ മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിലല്ല ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആളുകൾ കുറച്ച് ഇൻസെക്യൂർ ആയിരുന്നു, അവർക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളത്. എനിക്കിത് ചെയ്യണം ഏറ്റവും അധികം ആദ്യഘട്ടത്തിൽ തോന്നാനിടയായ ഒരു കാര്യം എന്ന് പറയുന്നത് സലാഹുദ്ദീൻ പീച്ചി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കവിയുണ്ട്. ആ കവി കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളാണ്. നിങ്ങളൊക്കെ ആർക്കെങ്കിലും ചെറുപ്പകാലത്ത് ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ അവിടെ ഒരു കുത്തായിട്ട് പോലും ലക്ഷദ്വീപിനെ അടയാളപ്പെടുത്താത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാപ്പിൽ പോലും ഒരു കുത്തായിട്ട് പോലും രേഖപ്പെടുത്താത്ത ഒരിടത്തെ മനുഷ്യരുടെ ജീവിതമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെൽഫെയർ ആണ് എപ്പോഴും ഏത് ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യുക. രാഷ്ട്രീയക്കാരും അവരൊക്കെ ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യ പ്രക്രിയയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ അനുഗ്രഹീതരാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ നമ്മൾ വിമർശിക്കുമെങ്കിൽ പോലും അവരെത്രയും അക്കൗണ്ടബിൾ ആണ്. അതായത് കൃത്യമായിട്ടുള്ള സോഷ്യൽ സർവീസ് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിൽ പോയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ എത്രയോ നല്ല മനുഷ്യരാണെന്നും എത്ര സോഷ്യൽ സർവീസ് ചെയ്യുന്നവരാണ്, സെൽഫ്ലെസ് ആയി സെർവ് ചെയ്യുന്നവരാണെന്നും ജനാധിപത്യമാണ് എല്ലാത്തിനുമുള്ള മറുപടി എന്നുള്ളതും തിരിച്ചറിയാൻ നമുക്ക് ശരിക്കും എല്ലാവരും ലക്ഷദ്വീപിൽ പോകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരാൾ പോലും അല്ല നാട് ഭരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും കാലം അവിടുത്തെ വെൽഫെയറിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു. IAS-കാരായിട്ടുള്ള ആളുകൾ വന്നാൽ പോലും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നാൽ പോലും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ BJP നോമിനിയായിട്ട് പ്രഫുൽ കോട പട്ടേൽ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അയാൾ നടത്തി. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ പോലും മുട്ടയും ചിക്കനും കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഒരു ക്രൈം റേറ്റിൽ 0 അവിടെ. അതായത് നമ്മുടെ ക്രൈം റെക്കോർഡ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ
ലക്ഷദ്വീപിലെ ജയിലിൽ ഒരാൾ പോലും ഇല്ല ജയിലിൽ. അത്രയും കാലങ്ങളായിട്ട് കുറ്റകൃത്യമില്ല. ഒരു കൊലപാതകം പോലും നടക്കാത്ത നാട്ടില് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അവിടെ ജയില് ഉണ്ടാക്കാൻ പോകുന്നു. പകരം അവിടുത്തെ മനുഷ്യര് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന 3 ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലല്ലേ. ആ 3 ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ പിരിച്ചുവിടുന്നു, അതിന്റെ സംവിധാനം ആകെ താറുമാറാകുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കവരത്തി പോയപ്പോൾ ഒരു കുട്ടി കാലൊടിഞ്ഞിട്ട് ചികിത്സിക്കാൻ പറ്റാതെ 15 ദിവസമാണ് ആ കുട്ടിക്ക് ചികിത്സ കിട്ടാണ്ടത്. നമ്മുടെ നാട്ടില് ഒരു സർക്കാർ തന്നെ താഴെ വീഴാൻ കെൽപ്പുള്ള ഒരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഈ 15 ദിവസത്തിന് ശേഷം എത്രയോ ബോട്ടുകളൊക്കെ മാറി കയറിയിട്ടാണ് ആ കുട്ടി അകത്തിൽ നിന്ന് കവരത്തിയിൽ തന്നെ എത്തുന്നത്. അതാകെ പല ദ്വീപുകളിൽ പല സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുക. നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്കോ കൊച്ചിയിലേക്കോ പോകുന്ന പോലെ എളുപ്പമല്ല ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോവാന്ന് പറയുന്നത്. അപ്പം 10,000-3000 സർക്കാർ ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് പിരിച്ചു വിട്ടതോടുകൂടി അവിടെയുള്ള മനുഷ്യരുടെ കയ്യിലൊന്നും കാശില്ലാതായപ്പോൾ അവര് മീൻ വാങ്ങുന്നത് പച്ചക്കറി വാങ്ങുന്നത് പോലെ നിലച്ചു. അങ്ങനെ അവിടെയുള്ള പച്ചക്കറി കടക്കാരന്റെ കടയിലൊക്കെ പച്ചക്കറി ചീഞ്ഞ് നശിക്കുന്ന അവസ്ഥ. മത്സ്യബന്ധന തൊഴിലാണ് 11-ൽ ഒരാൾ അവിടെ ചെയ്യുന്നത്. അപ്പം ഈ മത്സ്യത്തൊഴിൽ ചെയ്യുന്നവർക്ക് പോലും അവരുടെ മീൻ വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ദാരിദ്ര്യമായിരുന്നു ശരിക്കും ഞാൻ പോയ സമയത്ത്. അവിടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് കാരണം ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും മറ്റേ ആള് കൊണ്ടു നടക്കുന്നുള്ളതുകൊണ്ട് പട്ടിണി കിടക്കാതെ അവർ നിലനിന്ന് പോയതാണ്. ഈ റോഡ് വികസനമൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു. ആകെ വാഹനങ്ങൾ തന്നെ ഞാൻ കവരത്തിയിൽ ആകെ 9 സ്ക്വയർ കിലോമീറ്റർ മൊത്തം കവരത്തിയുള്ളൂ. നമുക്ക് നടന്നു തീരാനുള്ള ദൂരമുള്ളൂ. പക്ഷെ അവിടെ ഒരു കാര്യമില്ലാണ്ട് 6 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നു. അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യർക്കൊന്നും തൊഴിൽ കൊടുക്കുന്നില്ല. ഗുജറാത്തിൽ നിന്നും മറ്റും അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്കും മറ്റും ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തൊഴിലിന് വേണ്ടി ആൾ കൊണ്ടുവരുന്നു. പിന്നെ അധ്യാപകരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഈ തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ട് പോകേണ്ട അവസ്ഥ മ്യൂസിക് ടീച്ചറൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ അദ്ദേഹം തെങ്ങിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നു, എന്നിട്ട് കിടപ്പിലാവുന്നു അധ്യാപകനായിരുന്ന ഒരാൾ. അങ്ങനെ പിന്നെ ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ ചികിത്സ, അതായത് ശ്വാസമുട്ടലിന് ചികിത്സ കിട്ടാതെ ഹെലികോപ്റ്റർ, നമ്മുടെ അനാർക്കലി സിനിമയിലെ എയർ ആംബുലൻസ് സർവീസിന്റെ ഭാഗമൊക്കെ കാണിക്കില്ലല്ലോ, പക്ഷെ ആ എയർ ആംബുലൻസ് സർവീസിൽ വരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ വരുന്നു. ആളുകൾക്കൊന്നും പെട്ടെന്ന് വേണ്ട രീതിയിൽ എയർ ആംബുലൻസ് കിട്ടാതെ നമ്മുടെ ഒരാൾ മരിക്കുന്നു. അങ്ങനെ പല വീടുകളിൽ പോയിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ അണ്ടർ കവർ ആയിട്ടാണ് പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിവരങ്ങളൊക്കെ. ഏതാണ്ട് 10 ദിവസത്തോളം തങ്ങി. പക്ഷെ ചില ഉദ്യോഗസ്ഥരെടുത്ത് ചെന്ന് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ ഇവർക്ക് തന്നെ സംശയം തോന്നും. സത്യം പറയാം, നിങ്ങൾ CBI എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് അവിടെ ചെന്നിട്ട് വിഷയങ്ങൾ കവർ ചെയ്യാൻ പറ്റി. ആളുകൾ വളരെയധികം തുറന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും സാഹസികമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് തിണ്ണകര എന്ന് പറഞ്ഞിട്ട് ആളൊഴിഞ്ഞൊരു ദ്വീപ് ഉണ്ടായിരുന്നു. അപ്പം മത്സ്യബന്ധന മേഖലയിൽ നിന്നും മറ്റു മേഖലയിൽ നിന്നൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളൊക്കെ ഇപ്പം മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞാൽ മീൻ മേടിക്കാൻ ആളില്ല എന്നുള്ളതുകൊണ്ട് അവര് നീരാളിനെ പിടിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം അവിടെ നീരാളിക്ക് അപ്പൻ എന്നാ പറയാം. അത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് 2000 രൂപയൊക്കെ കിട്ടും. അപ്പം അത് കിട്ടുന്നത് ഒരാളൊഴിഞ്ഞ ദ്വീപിലാണ്, തിണ്ണകര എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് ശരിക്കും നമുക്ക് അങ്ങനെ അലൗഡ് ഒന്നല്ല. ഇപ്പം ഒരുപാട് 17 ദ്വീപിലോളം അവിടുത്തെ തദ്ദേശീയ മനുഷ്യരെ തന്നെ ഇപ്പൊ അലൗ ചെയ്യുന്നില്ല പട്ടേല്. അപ്പം അവിടേക്ക് ഞാൻ മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ വള്ളത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും റിസ്ക് ആയിരുന്നു. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ആ രീതിയിൽ 6 മാസത്തോളായിട്ട് സ്വന്തം വീട്ടുകാരെ പോലും കാണാതെ അപ്പനെയും കുത്തി, അതായത് നീരാളിനെ കുത്തിപ്പിടിച്ചിട്ട് അതിനെ വെച്ച് ജീവിക്കുന്ന മനുഷ്യരെ നേരിട്ട് കാണണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അതിൽ പോയിട്ടുണ്ടായിരുന്നത്. അവരെ ചെന്ന് കണ്ടു. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് അറിയാത്തൊരു മേഖലയെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടി. ഇത് എല്ലാത്തിലും ഉപരി നമ്മുടെ നാട്ടില്, അതായത് കേരളം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള ഒരു ആദരവ് കൂടുക ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പരമ്പരയ്ക്ക് ശേഷം. കാരണം അവിടെയൊക്കെ ഒട്ടും മനുഷ്യരോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള അല്ലാത്ത, അവരുടെ വെൽഫെയറിൽ ഒരു തരി പോലും ശ്രദ്ധ ചെലുത്താത്ത കുറെ അധികാരികളും ആണ് അവിടെ ഉണ്ട് എന്നുള്ളത്. പഞ്ചായത്ത് ഭരണം വരെ അവര് താറുമാറാക്കിയ അവസ്ഥയിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അത് വായിക്കണം. പിന്നെ ഞാൻ